ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. എന്നെ എവിടെ തിരയണം? ചില ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് യഥാർത്ഥ ജ്ഞാനത്തിന് ശ്രുതി നൽകിയിട്ടുള്ള ലക്ഷണങ്ങളെ എവിടെ കാണാനാകുമെന്ന് നോക്കാം. ആർക്കും ഒരിക്കലും അടുക്കാത്ത ഒരേ ഒരു സുഖം എന്താണ്? ഉറക്കം. മറ്റേത് സുഖവും നിരന്തരം അനുഭവിച്ചാൽ മടുപ്പും വെറുപ്പും ഉണ്ടാകും. എന്തുകൊണ്ട് ആഴത്തിലുള്ള ഉറക്കം മടുക്കുന്നില്ല? അവിടെ സുഖം തരാനായി എന്താണ് ഉള്ളത്? അവിടെ ഒരു വസ്തുവും സുഖം തരാനില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ തന്നെ സുഖസ്വരൂപമായി നിലകൊണ്ടു. അതാണ് ഉറക്കം മടുക്കാത്തതിന്റെ രഹസ്യം. ഞാൻ ആനന്ദ സ്വരൂപനാണെന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. നാമരൂപങ്ങളില്ലാത്ത ഒരേ ഒരു വസ്തു ഏത്? പ്രപഞ്ചത്തിൽ എന്തറിയണമെങ്കിലും നാമവും രൂപവും വേണം. എന്ത് കേട്ടാലും അതിന്റെ രൂപവും, ഏതു രൂപം കണ്ടാലും അതിന്റെ നാമവും മനസ്സിൽ തെളിയും. പക്ഷേ നമ്മെ ഒരാൾ നമ്മുടെ പേര് വിളിച്ചാൽ എന്തു രൂപമാണ് അവനവന്റെ മനസ്സിൽ വരിക? സ്വന്തം രൂപം വരുമോ? ഇല്ല. എന്നെ വിളിച്ചു എന്ന ഒരു അറിവ് മാത്രമേ നമ്മിൽ ഉണ്ടാകൂ. അല്ലാതെ അവനവന്റെ രൂപം അവന്റെ ഉള്ളിൽ തെളിയില്ല. എന്താ അതിന് കാരണം? എനിക്ക് രൂപമില്ല. പള്ളിക്കൂടത്തിൽ അധ്യാപകൻ പേര് വിളിക്കുമ്പോൾ ഹാജർ സർ എന്നോ പ്രസന്റ് സർ എന്നോ ആണ് പറയുക. അല്ലെങ്കിൽ തന്റെ സാന്നിധ്യം കാണിക്കാനായി കൈ ഉയർത്തും. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഞാൻ ഉണ്ട് എന്നല്ലേ? എന്റേത് ഒരു അസ്തിത്വമാണ്. ഞാൻ എന്നതിന് രൂപമില്ല. പേരില്ലാത്ത ഒരേ ഒരു വസ്തു ഏത്? ജനിച്ചു വീണപ്പോൾ എനിക്ക് പേരില്ലായിരുന്നു. ഈ ശരീരത്തിനും പേരില്ലായിരുന്നു. ചില സംസ്കാര ക്രിയകളുടെ ഭാഗമായി ഈ ശരീരത്തിന് കിട്ടിയതാണ് നാമം. അല്ലാതെ എനിക്ക് നാമമില്ല. മറ്റു ശരീരങ്ങളിൽ നിന്ന് ഈ ശരീരത്തെ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് ശരീരത്തിന് കൊടുത്തിരിക്കുന്ന നാമം. എനിക്ക് എന്നെ തിരിച്ചറിയാൻ പേരും രൂപവും വേണ്ട. പക്ഷെ മറ്റുള്ളവർക്ക് അത് അത്യാവശ്യമാണ്. അതിനാൽ എനിക്ക് പേരില്ല. ഇന്ദ്രിയങ്ങളിലൂടെ അറിയാത്ത ഒരേ ഒരു അറിവ് ഏത്? ഈ ലോകത്ത് എന്തറിയണമെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കണം. കണ്ടും കേട്ടും രുചിച്ചും മണത്തും തൊട്ടുമാണ് നാം ലോകത്തെ അറിയുന്നതും വ്യവഹരിക്കുന്നതും. പക്ഷേ കണ്ണ്, കാത്, ത്വക്ക്, മൂക്ക്, നാക്ക് ഇവയുടെ സഹായമില്ലാതെ അറിയാൻ കഴിയുന്ന ഒരേ ഒരു അറിവേ ഉള്ളൂ. അതാണ് ശരിയായ അറിവ്. എന്താണ് ആ അറിവ്? ഞാൻ ഉണ്ടെന്നുള്ള അറിവ്. ഞാൻ ഉണ്ട് എന്നറിയാൻ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണ്ട. ആലോചിക്കൂ. ഏതിരുട്ടിലും ഞാൻ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. മാത്രമല്ല ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് സത്യവുമല്ല. പനി പിടിച്ചയാളുടെ നാവ് മധുരം ശരിക്കും അറിയുന്നില്ലല്ലോ. ഇന്ദ്രിയങ്ങൾ തരുന്ന വിവരം എപ്പോഴും ശരിയല്ല എന്ന് സാരം. ഇതിൽ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ അറിയുന്ന എന്റെ സ്വരൂപം അറിവാണ് എന്ന് വ്യക്തമല്ലേ? ജനിച്ചിട്ടില്ലാത്ത ഒരേ ഒരു വസ്തു എന്ത്? ഞാൻ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മരിക്കുന്നുമില്ല. ഇക്കാര്യവും കുറച്ചു വിചാരം ചെയ്താൽ അറിയാം. ഞാൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ശരീരം ജനിക്കും മുമ്പേ ഞാൻ എവിടെയായിരുന്നു? അമ്മയുടെ ഗർഭപാത്രത്തിൽ. അതിനു മുമ്പ് എവിടെയായിരുന്നു ഞാൻ? എൻ്റെ മാതാപിതാക്കളുടെ ശരീരത്തിൽ. അതിനു മുമ്പ് എവിടെയായിരുന്നു ഞാൻ? എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കളിൽ. അതിനു മുമ്പോ അവരുടെ മാതാപിതാക്കളിൽ. ഇങ്ങനെ എത്ര തലമുറ പിന്നോട്ടും പോകാം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത്? അനാദി. അതായത് ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ എന്നും ഉള്ളതായിരുന്നു. അജേ നിത്യ, അജ നിത്യ ശാശ്വത എന്ന് ഗീത. അങ്ങ് ആരാണ് എന്ന മുചുകുന്ദന്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി. അതിനുള്ള ഉത്തരം ഋഷികൾ കൽപ്പങ്ങളായി തേടുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ നാമം വാസുദേവകൃഷ്ണൻ. പിതാവ് വസുദേവൻ. ഇപ്പോൾ ജനിച്ച കുലം യദുകുലം. തന്റെ യഥാർത്ഥ അവസ്ഥയെ പറയുകയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ഇതേ ചോദ്യം ഭഗവാൻ ബാബയോട് ഒരു കനേഡിയൻ സംഘം ചോദിച്ചു. അങ്ങയുടെ പേര്? ഏതു പേരും എന്റേതാണ് ബാബ. മാതാപിതാക്കൾ? ഞാൻ സ്വയംഭൂ ബാബ. പ്രായം എത്രയായി? ഇതേവരെ അത് കണക്കാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ബാബ. അങ്ങയുടെ താമസം? എല്ലാ ഹൃദയങ്ങളും എൻ്റെ വസതി ബാബ. ഇത്തരം ഉത്തരങ്ങളിലൂടെ അവതാര പുരുഷന്മാർ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥ ഞാനിനെയാണ്. അതാകട്ടെ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതവും.
അതുകൊണ്ട് തന്നെ അവതാര പുരുഷൻ ഞാൻ എന്ന് പറയുമ്പോൾ, എന്നെ ആശ്രയിക്കൂ എന്ന് പറയുമ്പോൾ അവിടുന്ന് സ്വീകരിച്ച നാമരൂപങ്ങൾ എന്ന് മാത്രമായി അർത്ഥം ഗ്രഹിക്കരുത്. സച്ചിദാനന്ദ സാഗരമായ അജനും നിത്യനും ശാശ്വതനും പുരാണനുമായ പരമ്പൊരുൾ എന്ന അർത്ഥത്തിലാണ് അവർ ഞാൻ എന്ന് പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത് എങ്ങനെ ശരിയാകും? ആശ്രയിച്ചവന് ഞാൻ അഭയം കൊടുക്കും, അതെന്റെ വ്രതമാണ്. ദദാമി ഏതത് വ്രതം മമ എന്നരുളിയ ശ്രീരാമ ശരീരം ഇപ്പോഴില്ല. എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. നമേ ഗത്ത നമേ ഭക്ത പ്രണശ്യതി എന്നരുളിയ ശ്രീകൃഷ്ണ ശരീരം ഇപ്പോഴില്ല. ഷിർദി സത്യസായി അവതാരങ്ങളുടെ തിരുശരീരങ്ങളും മറഞ്ഞു. പക്ഷേ അവർ എപ്പോഴുമുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന അവർ എന്താണ്? അത് ഏവർക്കും അനുഭവവുമാണ്. ഇക്കാര്യം മനനം ചെയ്യൂ. നിസർഗദത്ത് മഹാരാജാവിന്റെ ശിഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തോട് ഭഗവാൻ ബാബയെക്കുറിച്ച് അറിയാൻ ചോദിക്കുകയുണ്ടായി. ഗുരുനാഥൻ ചോദിച്ചു, ബാബയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഷിർദി സായിയുടെ അവതാരമാണ്, ശിഷ്യൻ പറഞ്ഞു. ഗുരു വീണ്ടും ചോദിച്ചു, ഷിർദി സായി ശരീരം തിരിച്ച് സത്യസായി ശരീരം സ്വീകരിക്കും വരെയുള്ള കാലയളവിൽ സത്യസായി ബാബ എന്തായിരുന്നുവോ അതാണ് യഥാർത്ഥ സത്യസായി ബാബ. മനസ്സിലായോ? ഗുരു തിരക്കി. ശിഷ്യൻ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടിയപ്പോൾ ഗുരു ചോദിച്ചു, എന്തു മനസ്സിലായി? മനസ്സിലായില്ല, ശിഷ്യൻ പറഞ്ഞു. ഗുരു പറഞ്ഞു, മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് സത്യസായി ബാബ. മനസ്സിലായോ? നാമരൂപങ്ങൾ ഉള്ള ഒന്നിനെ മാത്രമേ മനസ്സിന് ഗ്രഹിക്കാനാവൂ. നാമരൂപങ്ങൾ കൊണ്ട് പരമ്പൊരുളിനെ അറിയാനും കഴിയില്ല. അത് കേവലാനന്ദ സ്വരൂപമാണ്. ഓരോരുത്തരിലുമുള്ള ഞാൻ, അഹം സ്ഫുരണം എന്ന അനുഭവം അതുതന്നെയാണ്. ഇതാണ് വിചാരത്തിലൂടെ ബോധ്യപ്പെടേണ്ടതും. ഓം തത്സത്.